മാർക്ക് കണ്ടല്ലോ അല്ലേ? കണ്ടായിരുന്നു. ഒട്ടും പഠിക്കുന്നില്ല കേട്ടോ. ഞാൻ വിചാരിച്ചതുപോലെയല്ല ധന്യ. ഞാൻ ആ കുട്ടിക്ക് ഒരു ഫുൾ മാർക്കൊക്കെ പ്രതീക്ഷിച്ചതാ. ഇത് കണ്ടില്ലേ, ഇത് ബിലോ ആവറേജ് ആയി കൊച്ച്. എന്താ ചെയ്യേ ഈ കൊച്ചിനെ കൊണ്ടിട്ട്? വീട്ടിൽ ശ്രദ്ധിക്കാറില്ലാന്ന് തോന്നുന്നല്ലേ? വീട്ടിൽ അത്യാവശ്യം ആ ശ്രദ്ധിക്കുന്നുണ്ട്. പിന്നെന്താ ഈ കുട്ടി ഇങ്ങനെ ഇപ്പൊ? ടീച്ചർ ഈ പ്രാവശ്യത്തെ ക്വസ്റ്റ്യൻ പേപ്പർ വായിച്ചായിരുന്നു. ആ കൊള്ളാലോ, ഞാൻ കുഴപ്പമൊന്നുമില്ലല്ലോ. കൊണ്ടുവന്നിട്ടുണ്ട്. ദാ, ഈ 8ാമത്തെ ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചു നോക്കിക്കേ. എന്നിട്ട് എനിക്കിതൊന്ന് പറഞ്ഞ് മനസ്സിലാക്കി തരണം. ഈ 8ാമത്തെ ക്വസ്റ്റ്യൻ അല്ലേ? ഈ അതെ. ക്വസ്റ്റ്യൻ എന്താ പ്രശ്നം? വായിക്കേ. എക്സാമിൻ ദ ഗിവൻ സ്റ്റേറ്റ്മെന്റ് ആൻഡ് റീസൺ ആൻഡ് ഫൈൻഡ് ഔട്ട് ദ കറക്റ്റ് ഓപ്ഷൻ. ഉം. സ്റ്റേറ്റ്മെന്റ് റീസൺ നൽകിയിട്ടുണ്ട്, അതോ കറക്റ്റ് ആണെന്ന് പറഞ്ഞാൽ പോരെ? വായിക്കേ. Statement: the wires on the electric pole for distributing electricity get sagged in summer. ഉം. Reason കൊടുത്തിരിക്കുന്നത് during hot season as more heat energy is obtained, the electric line expand. Options: the statement and the reason are true, and the reason is the correct explanation for the statement. ഓക്കെ. രണ്ടാമത്തെ ഓപ്ഷൻ: the statement and the reason are true, but the reason is not the correct explanation for the statement. മൂന്നാമത്തെ ഓപ്ഷൻ: the statement is true, but the reason is false. Both the statement and the reason are false. ഇതൊക്കെ മനസ്സിലാക്കാനുള്ള കഴിവുണ്ട് കുട്ടിക്ക്. എന്നിട്ട് എന്തുകൊണ്ടാണ് മനസ്സിലായില്ല എനിക്ക്. അവൾക്ക് മാർക്ക് പറഞ്ഞാൽ വളരെ സങ്കടമുണ്ട്. ഓക്കെ. ആ ഇതിന്റെ റൈറ്റ് ആൻസർ എന്താ? ടീച്ചർ എന്നൊന്ന് പറയാമോ? റൈറ്റ് ആൻസർ സമ്മർ ആവുമ്പോ ആ. എക്സ്പാൻഡ് ആവൂന്നാ ചോദിച്ചിരിക്കുന്നത് അല്ലേ? കാര്യം. അതെ, അപ്പൊ എക്സ്പാൻഡ് ആവോ ഇല്ലയോ എന്ന് പറഞ്ഞാ പോരെ? പറഞ്ഞാൽ മതി. പക്ഷെ നിങ്ങൾ ഈ ക്വസ്റ്റ്യൻസ് സ്കൂളിൽ ക്ലാസ് ടൈമിൽ പ്രാക്ടീസ് ചെയ്യിപ്പിച്ചിട്ടുണ്ട് കുട്ടികളെ? അത് അത് നമുക്കറിയില്ലായിരുന്നു ഇങ്ങനെ വരണേന്നുള്ളത്. പിന്നെ എങ്ങനെ എൻ്റെ കൊച്ച് ബിലോ ആവറേജ് മാർക്ക് വാങ്ങി എന്ന് പറഞ്ഞിട്ട് അതിനെ ക്രിട്ടിസൈസ് ചെയ്യാൻ പറ്റുക? അത് പിള്ളേര് അങ്ങനെയാണല്ലോ. ഇവിടെ നിന്ന് പഠിപ്പിക്കാതെ എൻ്റെ കുട്ടി എങ്ങനെ പഠിക്കും? പക്ഷെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു കുറച്ച് പാടായിരിക്കും എന്നുള്ളത്. ആ പക്ഷേ കുട്ടികളെ ഇതിപ്പോൾ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് പഠിപ്പിച്ചാലേ പഠിപ്പിച്ച് കൊടുക്കാണ്ട് ഇവർക്ക് എങ്ങനെ ഇത് മനസ്സിലായി? ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റും റീസണും വായിച്ചിട്ട് ടീച്ചർക്ക് എന്താണ് മനസ്സിലായി? ഇതിൻ്റെ റൈറ്റ് ആൻസർ എന്താണ്? ഞങ്ങൾക്ക് ആൻസർ കീ ഉണ്ടല്ലോ, അപ്പൊ നമ്മൾ ആൻസർ കീ നോക്കിയിട്ടാ മാർക്ക് കൊടുക്കുക. അങ്ങനെയാണല്ലോ, അല്ലെങ്കിൽ സ്വന്തമായിട്ട് വായിച്ച് മനസ്സിലാക്കാൻ പറ്റിയിട്ടില്ല. അതായത് നമ്മൾ 2-3 അത് ഞാൻ പറഞ്ഞത് ഭയങ്കര ഡിഫിക്കൽട്ടായി. ഞങ്ങള് 2-3 തവണ വായിച്ചിട്ടാ മനസ്സിലായത്. അപ്പോൾ ഇപ്പോൾ പാരൻസ് മീറ്റിംഗ് വിളിച്ച എല്ലാ പാരൻസിനോട് ഇത് തന്നെ ആയിരിക്കുമല്ലേ ടീച്ചർ പറഞ്ഞിട്ടുണ്ടാവുക? ഏറെക്കുറെ